എൻ്റെ പേര് സലീം, വടുതല സ്വദേശി തന്നെ. ഫൈസൽ മുസ്ലിയാരുടെ വിഷയാവതരണം അവസാന ഭാഗം കേട്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം, അമ്പിയാക്കൾ ഔലിയാക്കൾ അവർ വഫാത്തിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമെന്ന് പറഞ്ഞാൽ തന്നെ ശിർക്കാണ് എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അത് നേരത്തെ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വരെ കല്യാണം കഴിക്കുകയും അങ്ങനെ വരാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ മണിയറ വന്നിരിക്കുകയില്ല എന്ന് പറഞ്ഞതാണ്. ഈ സി പിയുടെ ഒരു ക്ലിപ്പിംഗ് കാണിച്ച് സി പി ഇങ്ങനെ കണ്ണേറുള്ള ആൾക്കാരെ കൊണ്ട് നിർത്തിയ പോരെ തേങ്ങ ഇടാനൊന്നും സി പി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിനെ ആക്ഷേപിക്കുകയും ചെയ്തു. അതിരിക്കട്ടെ, ഞാനൊരു 2001 കാലഘട്ടത്തിൽ ശബാബ് സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു. അന്ന് ശബാബിൽ വന്നൊരു ലേഖനം, അന്ന് മുജാഹിദ് 6 ആയിട്ടില്ല, ഫൈസൽ മുസ്ലിയാരൊന്നും ഉണ്ടെന്നറിയില്ല മുജാഹിദിൽ, എന്നാലും ബാക്കി എല്ലാവരും ഒന്നിരിക്കുന്ന സമയമാണ്. ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ വഫാത്തിൻ്റെ ഒരു സമയം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ അവിടുത്തെ അന്നത്തെ IS-കാർ വിപ്ലവകാരികൾ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ സമീപത്തേക്ക് നായില റളിയല്ലാഹു അൻഹ കടന്നു പോവുകയാണ്. നായില റളിയല്ലാഹു അൻഹക്കറിയാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ നോമ്പാണ്. മഹാനവറുകൾക്ക് നോമ്പ് തുറക്കാനുള്ള അവസരം ഈ വിപ്ലവകാരികൾ നൽകിയില്ല. നായില റളിയല്ലാഹു അൻഹയെ നോമ്പ് തുറക്കുന്ന സമയത്ത് വിപ്ലവകാരികൾ അങ്ങോട്ട് കടത്തിവിട്ടില്ല. മഹദി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മഹദി അവർ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഈ മേൽപ്പടി തടങ്കലിൽ വെച്ചിരിക്കുന്ന വീടിൻ്റെ പിറകുവശത്തു കൂടി മഹാൻ്റെ സമീപത്ത് വരികയും മഹാനോട് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കൊടുക്കുകയും ചെയ്തു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ നോമ്പ് തുറന്നു നായില. അപ്പോൾ മഹദിയായ നായില റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങ് എങ്ങനെ തുറന്നു? അപ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോമ്പ് തുറക്കണ സമയമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഈ വീടിൻ്റെ മുകളിൽ നിന്ന് എത്തി നോക്കി. അള്ളാഹുവിൻ്റെ റസൂല് 18 വർഷം മുമ്പ് വഫാത്തായി പോയ റസൂലുള്ള ഒരു പാത്രം വെള്ളവുമായിട്ട് ഈ വീടിൻ്റെ മുകളിൽ നിന്ന് എന്നിലേക്ക് എത്തി നോക്കി. ഞാൻ വെള്ളം കുടിച്ചു, നോമ്പ് തുറന്നു നായില എന്ന് പറഞ്ഞു. ഇത് പി മുഹമ്മദ് കുട്ടശ്ശേരിയാണ് എഴുതിയെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഹയാത്തിലുണ്ട്. അദ്ദേഹം ശിർക്കൻ വിശ്വാസക്കാരനാണോ? അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചപ്പോൾ ഹാഫിദ് ഇബ്നു കസീറിൻ്റെ അൽ ബിദായത്ത് വൻ നിഹായ നോക്കിയാണ് ഞാൻ എഴുതിയതെന്ന് പറഞ്ഞു. അന്നേരം ഇബ്നു കസീർ ഇതിൽ കുറ്റവാളിയാണോ? ശിർക്ക് പ്രചരിപ്പിച്ച വ്യക്തിയാണോ? ഇതിൻ്റെ ഇബ്നു കസീറിൻ്റെ ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ പറയുന്നു, വകദാലിക സുആലു ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലിഗൈരിഹി ഹാജതുഹു ഫത്ഖുല്ലാ ബിഹി ഖദ് വഖഅ കസീറാ. അള്ളാഹുവിൻ്റെ റസൂലിനോടോ അതുപോലെ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ധാരാളം സഹായം ചോദിച്ചതായിട്ട് തെളിവുകളുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ആ ഇബാറത്ത് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടതാണ് വായിച്ചത്. ശരി, ഇബ്നു കസീറും തെറ്റുപറ്റിയിട്ടില്ല, പി മുഹമ്മദ് കുട്ടശ്ശേരിക്കും തെറ്റുപറ്റിയിട്ടില്ല, ശബാബിലും തെറ്റുപറ്റിയിട്ടില്ല. ശബാബിൽ ആ ലേഖനം വന്നപ്പോൾ അന്ന് അതിലെ ഒരു ഭാഗം വിട്ടുപോയി, ശ്രദ്ധിക്കണ്ടല്ലോ. അവിടെ ആ ശബാബ് വന്നിട്ട് തൊട്ടടുത്ത ശബാബിൽ മറ്റൊരു ലേഖനം വന്നിരുന്നു. EKM പന്നൂരാണ് അന്നത് എഴുതിയത്. ഈ ലേഖനം വന്ന തൊട്ടടുത്ത ആഴ്ചയിൽ EKM പന്നൂർ മറ്റൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഉസ്താദിൻ്റെ കയ്യിൽ ശബാബ് എന്നായിരുന്നു. ഉസ്താദിൻ്റെ കയ്യിൽ ശബാബ്. അദ്ദേഹം ഒരു സങ്കല്പ കഥ എഴുതിയ പള്ളിയിലെ ഉസ്താദ് ശബാബും വെച്ച് വരിക. അപ്പോൾ ശിഷ്യനിക്ക് അല്ല ഉസ്താദ്, എന്താ വഹാബികളെ മാസിക കയ്യിൽ? എടാ ഇതിലൊരു മുതലുണ്ട്, ഇപ്പം മിണ്ടണ്ട, 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരും. ഇപ്പം പറഞ്ഞാൽ എന്താ? ഇപ്പം പറഞ്ഞാൽ എല്ലാവരുടെ കയ്യും ശബാബുണ്ട്, അവർ എടുത്തു നോക്കും. അപ്പം ഇപ്പം പറയണ്ട, 5 വർഷം കഴിഞ്ഞാൽ നമുക്കത് ഉപകാരപ്പെടും. അപ്പോൾ എന്താ ഉസ്താദെ? അപ്പോൾ ഈ സംഭവം എടുക്കുന്നു. ഇങ്ങനെ ഒരു ലേഖനം തൊട്ടടുത്ത ലക്കത്തിൽ വന്നു. അപ്പോൾ അവിടെ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്വപ്നം കണ്ടു എന്നതാണ് ഇബ്നു കസീർ ഉദ്ധരിച്ചത്. അൽ ബിദായത്ത് വൻ നിഹായയിൽ സ്വപ്നം കണ്ടു, സ്വപ്നത്തിലാണ് ആ വിഷയം. അവിടെ നബി തങ്ങൾ പറഞ്ഞു, അൻത തുഫ്തിറു ഇൻദനാ, നിനക്ക് ഞങ്ങളടുത്ത് നാളെ നോമ്പ് തുറക്കാം എന്നാണ്. പിറ്റേന്നാണ് ഉസ്മാൻ അഫ്ഫാൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അത് സ്വപ്നം കണ്ടു എന്നാണ്. അപ്പോൾ സ്വപ്നം കണ്ടു എന്ന ഭാഗം ആ ലേഖനത്തിൽ വന്നില്ല. അതാണ് ഉസ്താദ് വല്ല നേട്ടമായി കണ്ടതായി അന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പന്നൂർ എഴുതിയത്. എന്നിട്ടാണ് പിന്നൊരു ലക്കത്തിൽ അത് പ്രത്യേകം എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് സംഭവം, ഇന്ന ഭാഗം വിട്ടുപോയിട്ടുണ്ട് എന്ന് പ്രത്യേകമായി എടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് വിഷയം. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഓടുമ്പുറത്ത് വന്നിട്ട് ഓടെടുത്ത് വെള്ളമിറക്കി കൊടുത്തു എന്നൊന്നുമല്ല. അങ്ങനെയാണ് റസൂലൊക്കെ നയിക്കുന്നതിന് വന്നത്. എന്തിനാ അപ്പോൾ ഉസ്മാൻ അഫ്ഫാൻ്റെ വീട്ടിലേക്ക് മേലെ കൂടി വരുന്നത്? അങ്ങനത്തെ ഒന്നുമില്ല. അത് സ്വപ്നം കണ്ടതാണ്. അത് വിഷയമുണ്ട്. ഇബ്നു കസീർ അൽ ബിദായത്ത് വൻ നിഹായയിലുണ്ട്. അപ്പം അങ്ങനെ സ്വപ്നം കണ്ടു, നബി അങ്ങനെ സ്വപ്നത്ത് കാണും, നബി വെള്ളം തന്നു എങ്കിൽ സ്വപ്നം കാണാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റും. ഒരാളെ സ്വപ്നം കണ്ടു വിചാരിക്കുക,
സ്വപ്നം കാണാൻ പറ്റൂല എന്നെങ്ങനെ പറയാം? അത്രേ അതിലുള്ളൂ. സ്വപ്നം കണ്ടു എന്നേ ഉള്ളൂ. സ്വപ്നത്തിൽ വെള്ളം തന്നു, ഓക്കെ, നമുക്ക് വാങ്ങാം, നമുക്ക് കുടിക്കാം, അത്രേ അതിലുള്ളൂ. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഇനി ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ഉദ്ധരണി ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിലാണതുള്ളത്. പല ആളുകളും ഖബറിങ്ങിൽ പോയി തേടിയിട്ട് അവർക്ക് ഉത്തരം കിട്ടിയതായി പല സംഭവങ്ങളും പറയുന്നു. ഇതിന് ശേഷം അദ്ദേഹം പറഞ്ഞെന്താണ്, അതുകൊണ്ടൊന്നും ആ ഇസ്തിഗാസ ശരിയാന്ന് പറയാൻ പറ്റൂല എന്നാ. അതാ പിന്നെ പറയണത്. ഒരാളുടെ പോയി, നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ചെന്നൈ അബൂബക്കർ ഹാജി പണ്ട് ഗുരുവായൂർ പോയി തുലാഭാരം നടത്തി, അയാൾക്ക് മക്കളുണ്ടായില്ല. കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായി സന്താനമില്ല. പല സിദ്ധന്മാരെയും തങ്ങന്മാരും ഒക്കെ പോയി കണ്ടൊരു പ്രയോജനമില്ല. അവസാനം അദ്ദേഹത്തെ അയൽവാസി പറഞ്ഞു, നിങ്ങൾ ഗുരുവായൂർ വരി, തുലാഭാരം നടത്തിയാൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവും. അപ്പം അദ്ദേഹം ഒന്ന് ശങ്കിച്ചു, അവിടെ പോകാൻ പറ്റുമോ? ഏതായാലും പോയി. അദ്ദേഹം തുലാഭാരം നടത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി. പത്രങ്ങൾക്ക് വലിയ ന്യൂസായി വന്നു. അന്ന് സമസ്ത പറഞ്ഞു അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, ഞാൻ ജാളത്തിലൊക്കെ പോയി, എവിടെയൊക്കെ പോയി പറഞ്ഞു, അന്നൊന്നുമില്ല, ഇവിടെ പോയി പറഞ്ഞപ്പോൾ ഇത് മാത്രം ചെറുക്കാതെ എങ്ങനെ എന്ന് അദ്ദേഹം ചോദിച്ചതെന്ന് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇനി കിട്ടിയെന്നെ വിചാരിക്കാം. എന്നിട്ട് ഇബ്നു തൈമിയ്യ ശേഷം വിശദീകരിക്കുന്ന ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ എന്തുകൊണ്ടാണ് കിട്ടുന്നത്? അദ്ദേഹം 2-3 വജഹുകൾ പറഞ്ഞു. ഒന്നുകിൽ വഖദ് യകൂനു സബബുഹു ഇൽത്തിറാറുദ് ദാഇ, ഒരു പക്ഷേ പ്രാർത്ഥിച്ചവൻ്റെ ഇൽത്തിറാറായിരിക്കാം കാരണം. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅഅഹു വയക്ഷിഫു സൂഅ എന്ന ആയത്തു പ്രകാരം ദുരിതത്തിലകപ്പെട്ട ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല ഉത്തരം ചെയ്യും. അപ്പം ഇവൻ പ്രയാസത്തിലകപ്പെട്ടവൻ അവിടെ പോയി തേടിയപ്പോൾ പഠിച്ചോ ഉത്തരം കൊടുത്തതാ, ഖബറിന് ഉത്തരം കിട്ടിയതല്ല. അതല്ലെങ്കിൽ ഒരു പക്ഷെ അവന് പരീക്ഷണമായിരിക്കാം. അവൻ അവിടെ പോയി തേടുമ്പോൾ റബ്ബ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നോക്കട്ടെ, അവനെ ഇവിടുന്ന് കിട്ടിയെന്നാണോ വിശ്വസിക്കുന്നത് അതോ പഠിച്ചോണിലേക്കാണോ വിശ്വാസം പോണത് എന്ന ടെസ്റ്റുമാവാം. വഖദ് യകൂനു അസ്ബാബുൻ ഉഖ്റ, മറ്റു ചില കാരണങ്ങളും ഉണ്ടാവാം. വഖദ് ഖാല തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, കുല്ലൻ നുമിദ്ദു ഹഉലായി വഹഉലായി മിൻ അത്വാഇ റബ്ബിക് വമാ കാന അത്വാഉ റബ്ബിക മഹ്ളൂറ എന്ന ആയത്ത് കൂടി എടുത്ത് കൊടുത്തിട്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ആ ഭാഗം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി തേടി അവിടെ ഉത്തരം കിട്ടി, അവിടെ രോഗം സുഖപ്പെട്ടു, ഒരു ആവശ്യം നിറവേറി എന്നതുകൊണ്ട് അക്കാര്യം ശരിയാണ് എന്നതിന് അത് പ്രമാണമല്ല എന്ന് പഠിപ്പിച്ച ആളാണ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള. നീ തിരിച്ചമ്മ ആലോചിച്ച് നോക്കുക, ഒരുത്തന് പോക്കറ്റ് അടിച്ചു, ആ കാശും കൊണ്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. നമ്മൾ പറഞ്ഞു, എടാ പോക്കറ്റ് അടിക്കാൻ പാടില്ല. ഓൻ പറയാ, എന്താ പോക്കറ്റ് അടിച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ വിശപ്പ് മാറിയല്ലോ. വിശപ്പ് മാറിയോ, എന്നാൽ കുഴപ്പമില്ല എന്ന് പറയോ? അപ്പോൾ വിശപ്പ് മാറിയോ ഇല്ല എന്നുള്ളതല്ല, ഓൻ ചെയ്ത പണി ശരിയാണോ എന്നതാണ്. ഒരുത്തം കല്യാണം കഴിഞ്ഞു 25 കൊല്ലമായി, കുട്ടികളൊന്നുമില്ല. അവസാനമായി അയൽപ്പക്കത്തെ പെണ്ണിൻ്റെ കൂടെ പോയി, അതിൽ കുട്ടി ഉണ്ടായി. പറയടാ ചെയ്യാൻ പാടില്ല, വ്യഭിചാരല്ലേ. അവൻ പറയാം, അല്ല എനിക്ക് കുട്ടി ഉണ്ടായല്ലോ, എന്നാ പ്രശ്നമില്ല എന്ന് പറയോ? അപ്പം കാര്യം നിറവേറി എന്നതല്ല ഒരു കാര്യം ശരിയോ തെറ്റോ എന്നതിൻ്റെ മാനദണ്ഡം. കാര്യം ഒരുപക്ഷെ നിറവേറിയേക്കാം, ചിലപ്പോൾ പൈശാചിക സഹായമായേക്കാം, ചിലപ്പോൾ റബ്ബിൻ്റെ പരീക്ഷണമായേക്കാം, ചിലപ്പോൾ അവൻ്റെ ഖദറ് സാന്ദർഭികമായി ഒത്തുവന്നതായിരിക്കാം. റബ്ബ് നിശ്ചയിച്ചത് കുട്ടി ഉണ്ടാവാൻ ആ സമയം, അതേ സമയത്ത് ആയിപ്പോയി യാദൃച്ഛികമായി അവൻ അവിടെ പോയി പറഞ്ഞത്. ആ പോയതുകൊണ്ടല്ല കിട്ടിയത്, അല്ലാഹ് തീരുമാനിച്ച സമയമായപ്പോൾ കിട്ടിയതാണ്. ഞങ്ങളൊക്കെ നാട്ടിൽ പറയും ചക്ക ഇട്ടപ്പോൾ മുയൽ കിട്ടിയത്. അത് വിചാരിച്ച് പിന്നെ മറ്റൊരുത്തം പോയി ചക്ക ഇട്ടാൽ കിട്ടിക്കൊള്ളുന്നില്ല. അത് ഒരുത്തൻ ചക്ക ഇട്ടപ്പോൾ അറിയാതെ മുയലിൻ്റെ പുറത്ത് വീണുപോയി, അങ്ങനെ മുയലിനെ കിട്ടി എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കാം. അതാ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറഞ്ഞത്. അപ്പോൾ ഏതായിരുന്നാലും ആ പറഞ്ഞ ഇബ്നു തൈമിയ്യയോ ആ പറഞ്ഞ ഇബ്നു കസീറോ അത് എടുത്തുദ്ധരിച്ച ശബാബോ റബ്ബല്ലാത്തവരോട് തേടാൻ തെളിവായിട്ടല്ല അതൊന്നും പറഞ്ഞത്. ഇബ്നു കസീറും പറഞ്ഞിട്ടില്ലല്ലോ എവിടെയും. ഇത് വെച്ചിട്ട് നമുക്ക് നബിയോട് തേടാം, നബി സഹായിക്കും, നബി എങ്ങനെ വരും എന്ന് ഇബ്നു കസീർ പഠിപ്പിച്ചില്ല, ഇബ്നു തൈമിയ്യയും പഠിപ്പിച്ചില്ല. ശബാബിൽ ലേഖനം ശബാബും അത് സ്ഥാപിക്കാനല്ല പറഞ്ഞത്. ഉസ്മാൻ അഫ്ഫാൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സവിശേഷത, അദ്ദേഹത്തിൻ്റെ മേന്മകൾ, മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹം കണ്ട ഈ സ്വപ്ന കഥ എടുത്തു ധരിച്ചത്.